ഹായ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അദ്ഭുത ജേണി. നമ്മൾ ഈ വീഡിയോയിൽ മിസ് യു എന്ന് പറഞ്ഞ തമിഴ് പടത്തിൻ്റെ ട്രെയിലറാണ് കാണാൻ പോണത്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എൻ രാജശേഖർ. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജിബ്രനാണ്. അപ്പം ജിബ്രൻ്റെ മ്യൂസിക് എങ്ങനെയാണെന്ന് കേട്ട് നോക്കാം നമുക്ക്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥാണ് നടൻ. സിദ്ധാർത്ഥും ജയും തമ്മിൽ എനിക്ക് മാറിപ്പോവും. സിദ്ധാർത്ഥാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടുപോകാം. ஒரு லவ் ஸ்டோரிடா. பாப்லோ நெருடாவோட கவிதையில ஒன்று இன்ஸ்பயர் ஆகி தான் இந்த கதை பண்ணதா சொன்னீங்க. ஒரு பொண்ணாச்சே, அவளோட பாயிண்ட் ஆஃப் வியூ தெரிஞ்சுக்கலாம் நான் அவகிட்ட போய் சொல்றேன். அவ என்ன சொன்னா தெரியுமா? உங்களை அவாய்டே பண்ண முடியலங்க. நீங்க அவ்வளவு அன்யூஷுவலா இருக்கீங்க. நைட் ஷோலாம் நான் போனதே இல்ல. தூக்கம் வந்துச்சுன்னா என்ன பண்றது? தூக்கிடணும். எதுக்கு நைட் ஷோக்கு வரணும்? நான் டெல்லியில கால்ல விழல, சென்னையில ஏன் கால்ல விழறாங்க? அந்த ரிசார்ட்ல ஒரு எம்எல்ஏ அடைச்சு வச்சு ஆட்சியை பிடிச்சிங்களே, கில்லி மூவ் சார். நீ டைரக்டர் தானே ஆகணும், ஏன் ஹீரோ மாதிரி நடந்துக்கிற? ஓ, நீ நினைக்கிற பொண்ணு செஞ்செல்லாம் கொண்டு வர முடியாது. பொண்ணுடா, கொஞ்சம் முன்ன பொண்ணா தான் இருக்கும். அந்த பொண்ணு மறக்க முடியாது. எனக்கு அந்த பொண்ணு தான் பிடிச்சிருக்கு. அவர் சரியாத்தான் பேசுறாரு. பெங்களூர் வந்து ஒரு வாரம் தான் ஆகுது, அதுக்குள்ள ஒரு லவ் ஃபெயிலியர் வேற. உன்னை பார்த்து சொல்லி தானே விட்டுட்டு போனேன். நான் பார்த்ததே மறக்கணும்னு நினைக்கிறேன். நீங்க அந்த பொண்ணு வேணுமா வேணாமான்னு ஒரு டிசைட் பண்ணிட்டீங்கல்ல, இப்போ அந்த பொண்ணு நீங்க வேணுமா வேணாமா டிசைட் பண்ண போது അത് കാര്യം. ഇപ്പം നമുക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്, ഓക്കെ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കാം. പക്ഷേ ആ പെണ്ണിന് ആരെയാണ് ഇഷ്ടം നോക്കണ്ടേ? ഇഷ്ടം പോലെ ലവ് ഫെയിലിയേഴ്സ് ഇങ്ങനെയാണ് നടക്കുന്നത്. അനുഭവം കൊണ്ട് പറയണതാ മക്കളെ. யாருக்கும் நடந்த கதையை கேட்குற மாதிரி இருக்கு. நமக்கு பிடிச்ச விஷயத்துக்காக நம்ம முடிஞ்ச வரைக்கும் எல்லா வழியிலும் ட்ரை பண்ணணும். அதுக்கப்புறமா அது நம்ம கிடைக்கலன்னா மறந்துட்டு போயிட்டே இருங்க ப்ரோ. எனக்கு இன்னொரு சான்ஸ் கொடு. ഇവരല്ലേ കുറച്ച് ഇപ്പം മറന്നിട്ട് പോവാൻ പറഞ്ഞത്. இது ஹாரர் படம் ஸ்கிரிப்டா. நான் ஒரு லவ் ஸ்டோரி தான் தேட சொன்னேன். நம்ம வாழ்க்கையில் ரெண்டுமே ஒன்று தானே வச்சு. നവംബർ 29 ഇത് നവംബർ 29 അപ്പോൾ സ്വർഗവാസലും ഇതും നവംബർ 29. അപ്പം എന്തായാലും ഇത് ഫണ്ണി മൂവി ആയിരിക്കും, കോമഡി എൻ്റർടൈനർ ആയിരിക്കാനാണ് സാധ്യത. സിദ്ധാർത്ഥിൻ്റെ മുമ്പത്തത് ഇന്ത്യൻ 2 ആയിരുന്നു. ബട്ട് സാധാരണ സിദ്ധാർത്ഥ അങ്ങനെ പടങ്ങൾ ചെയ്യാത്തതാണ്. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഇത് നല്ല രസമുണ്ട്, നല്ലൊരു എൻ്റർടൈനർ ആവാൻ സാധ്യതയുണ്ട്. ബാംഗ്ലൂർ ഡയറക്ടർ അവൻ ആഗ്രഹിച്ച് കിടക്കുന്നൊരു പയ്യൻ, അവൻ സ്ക്രിപ്റ്റ് തേടുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ബാംഗ്ലൂർ പോകുന്നു. അവിടെ ഒരാഴ്ചയിൽ തന്നെ ലവ് സെറ്റാവുന്നു, ലവ് ഫെയിലിയർ ആവുന്നു, കുറേ കാര്യങ്ങൾ നടക്കുക തന്നെ. നല്ലൊരു സന്ദർഭമാണ്, കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കുത്തിത്തിരിവ് കയറ്റാം. അപ്പം 29-ാം തീയതി നടക്കുന്നത് നടക്കട്ടെ. നല്ല പടം വിജയിക്കും, അതേ എപ്പോഴും പറയാനുള്ളൂ. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? ബൈ, ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലവ് യു.